ഈ ഒരിക്കലെങ്കിലും ഏമ്പക്കം ഇല്ലാത്ത ആൾക്കാർ കുറവായിരിക്കും അല്ലേ? സാധാരണയായിട്ട് നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ വൈകിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഏമ്പക്കം ഉണ്ടാവാറ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന വായു ഈ ആസിഡുമായി പ്രവർത്തിച്ചിട്ടാണ് ഏമ്പക്കം ഉണ്ടാകുന്നത്. ഇത് കൂടാതെ ശരീരത്തിൽ കൂടുതലായിട്ട് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരിലും ഏമ്പക്കം ഉണ്ടാവാറുണ്ട്. ഇത് പൊതുവെ സാധാരണയുള്ള കാര്യമാണ്, വലിയ പ്രശ്നമാക്കാനൊന്നുമില്ല. എന്നാലും സാധാരണ അല്ലാതെ പല കാരണങ്ങളുകൊണ്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏമ്പക്കം ഉണ്ടാവാം. ഒന്നാമത് കൂടുതൽ ചുയിങ്കം ചവക്കുന്ന ആൾക്കാര്, കൂടുതലായിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാര്, പിന്നെ സ്ട്രെസ് കൂടുമ്പോൾ നമുക്ക് ഈ ഏമ്പക്കത്തിന്റെ പ്രശ്നം കൂടുതലുള്ള ആൾക്കാരുണ്ട്. ഇത്തരം ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്താല് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും. എന്നാല് ഈ സമയം നിങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണം എടുക്കാനോ കൂടുതൽ വെള്ളം എടുക്കാനോ പാടില്ല. പിന്നെ ഹയാറ്റിസ് ഉള്ള ആൾക്കാരിലും ഇത്തരം പ്രശ്നങ്ങൾ കാണപ്പെടാറുണ്ട്. ഇത്തരം ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പം അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ നെഞ്ചിലൊരു പിടുത്തം കാണപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ എന്തായാലും കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.